പിന്നെ എങ്ങനെയാണ് നിങ്ങൾ കണ്ടുമുട്ടിയത്? ഞങ്ങൾ കണ്ടുമുട്ടിയെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം ഈ അഭിനയ രംഗത്തോട്ട് വന്നതിന് മുമ്പ് ആദ്യം മോഡലിംഗ് ആയിരുന്നു. പണ്ടത്തെ മോഡലിംഗ് ഫാഷൻ ഷോ അതിലായിരുന്നു. അപ്പൊ അങ്ങനെയാണ് അവിടെ വെച്ചാണ് ഞാൻ വൈഫിനെ കണ്ടത്. കാണാൻ വന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ പ്രോഗ്രാംസ് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇദ്ദേഹം അവിടെ വെച്ച് പരിചയപ്പെട്ടു, ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. പിന്നെ പ്രണയം ഏകദേശം ഒരു 10 വർഷത്തോളം നീണ്ടൊന്നും പോയില്ല. 3 വർഷമേ പ്രണയിച്ചുള്ളൂ. ആ 3 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ കല്യാണവും പെട്ടെന്നായിരുന്നു. പിന്നെ ഇന്റർകാസ്റ്റ് മാരേജ് ആണ് ഞങ്ങള്. ഓ അത് ശരി. കേറി പാടാ മക്കളയിൽ രണ്ടാമത്തെ ചോദ്യം ശ്രദ്ധിക്കൂ. ഈ സിനിമയിൽ ദിവാകരൻ എന്ന കഥാപാത്രം ചെയ്തിരിക്കുന്നത് ആരാണ്? എ കൊച്ചിൻ ഹനീഫ, ബി സിദ്ദിഖ്, സി കുഞ്ചൻ. കൊച്ചിൻ ഹനീഫ, സിദ്ദിഖ്, കുഞ്ചൻ. കുഞ്ചൻ എനിക്ക് അവിടെ ചോദിക്കാം. സിനി ഒന്ന് രക്ഷിക്ക്, നിനക്ക് ഞാൻ ചുരിദാർ മേടിച്ചുതരാം, മറക്കണ്ട. ഓ അതാണോ ഇഷ്ടമുള്ള സാധനം? അല്ല, അവർക്ക് ഡ്രസ്സ് വേണോന്ന് പറഞ്ഞേക്കണേ. ഇവിടെ കിട്ടുന്ന പൈസയില് ഡ്രസ്. മോൾക്ക് എന്താ ഇഷ്ടം? മോള് പറ, മോൾക്ക് എന്താ വേണ്ടത്? എനിക്ക് ഡ്രസ്സൊക്കെ തന്നെ മതി. ഡ്രസ്സാണ് എല്ലാരും. മോനെന്താ വേണ്ടേ? അപ്പൂനെന്താ വേണ്ടത്? ഡ്രസ്സ്. എടാ അപ്പു ഡ്രസ് എന്നൊന്നും പറയാ, നീ ഡയമണ്ടോ ഗോൾഡെന്നോ എല്ലാം പറ. അത്ര ഏരിയയിലോട്ട് പോകണ്ട, നീ ഒറ്റ കാര്യം പറഞ്ഞാൽ മതി. എനിക്ക് അച്ഛാ ഒരു ചെറിയ ഡയമണ്ട്, ഒരു ചെറുത് എന്ന് പറയണം അല്ലേ? ഒന്ന് ചോദിച്ചേ. മോനെ എം ജി അങ്കിൾ അങ്ങനെ പലതും പറയൂട്ടോ. ഇത് കാണുന്ന കോടാനുകോടി ആൾക്കാരുണ്ട്, വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ ആ കൊച്ചിന്റെ ശാപം കിട്ടും. എന്തോ നക്ഷത്രം മോന്റെ? മോന്റെ നക്ഷത്രം പറ. അയ്യോ തൃക്കേട്ട പറഞ്ഞ അച്ചട്ട കേട്ടോ, കേട്ട പോലാണ്. ഉറപ്പാണ്? ഉറപ്പാണ്, വാങ്ങിച്ചു കൊടുത്തേരെ കേട്ടോ. അപ്പം എന്തായാലും നമുക്ക് എന്തായാലും ഇതിന് പണം നേടാം സിനി. നീയും കൂടി ഉണ്ടാവണം കൂടെ. ഓക്കെ? കണ്ടോ ആ പറയുന്നതിനകത്തൊരു ഇത് കണ്ടായിരുന്നു, ആ കണ്ണിന്റെ എക്സ്പ്രഷൻ ഒക്കെ ഉണ്ടാ. അതായത് ഒരു തെറി വിളിക്കുന്നതിന് പകരമുള്ള ഒരു എക്സ്പ്രഷൻ. നീയും കൂടെ ഉണ്ടാവണം കൂടെ. അപ്പൊ അങ്ങനല്ലേ പറയണ്ടേ, നീയും കൂടെ ഉണ്ടാവണം. നീയും കൂടി ഉണ്ടാവണം, അതാണ് നല്ലത്. ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം കേട്ടോ സിനി, ബാക്കി കാര്യം ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അല്ല ഇത് പറ, കറക്റ്റ് ആണോ? കുഞ്ചൻ തന്നെയാണ് അല്ലേ? അതെ. വെരി ഗുഡ്, വെരി ഗുഡ്. വൈഫ് പറഞ്ഞ പിന്നെ അങ്ങനെ തന്നെ വേണം. ഞാൻ കുഞ്ചനെ എടുത്ത് വെച്ച് പൂട്ടി അവിടെ ഇരിക്കട്ടെ, അത് തന്നെ വേണം. കാരണം നിങ്ങൾ ഇത്രയും കാലം ഉപദ്രവിച്ചതിന്റെ പരിഹാരമായിട്ടാണ് സിനി പറഞ്ഞിരിക്കുന്നത് കുഞ്ചൻ. തെറ്റിച്ച അല്ല, അത് പൂട്ടി, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ഇനി അത് പൂട്ടിക്കഴിഞ്ഞു. ഇനി ഒരു ആശ്വാസം ഒറ്റ കാര്യമേ ഉള്ളൂ, വേണമെങ്കിൽ ഒരു പാട്ട് പാടാം. പഴയ പാട്ട് പാടിക്കോട്ടെ, ഒരു 4 വരി. പിന്നെന്താ, സിനിക്ക് വേണ്ടിയാണ് കേട്ടാ ഈ പാട്ട്. ദിസ് സോങ് ഡെഡിക്കേറ്റഡ് ടു സിനി, എന്റെ ഭാര്യയ്ക്ക് വേണ്ടി. ഞാനത് വിശ്വസിക്കില്ല. സോപ്പിടട്ടെ, എങ്ങനെയെങ്കിലും സോപ്പിടട്ടെ. മാണിക്യ വീണൈമായൻ മനസ്സിന്റെ താമര പൂവിലുണർന്നവളെ, പാടുകില്ലേ വീണമീട്ടുകില്ലേ, നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ, ഒന്നും മിണ്ടുകില്ലേ. അത് മതി. അത് അതിനകത്ത് ഒരു പ്രശ്നം എന്താ? നിന്റെ വേദന എന്നോട് ചൊല്ലി എത്ര പ്രാവശ്യം പറഞ്ഞു? തുണി വാങ്ങിച്ചു കൊടുക്കാൻ, ചുടിദാരൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി എത്ര പ്രാവശ്യം പറഞ്ഞു? അല്ല, എന്റെ പിടിച്ചാക്കിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോ പൈസ കൊടുത്താൽ മതിയല്ലോ. ഈ ഗൂഗിൾ പേയും കാര്യങ്ങളൊക്കെ വന്നോണ്ട് ഇപ്പൊ സൗകര്യം ഇല്ലാണ്ടിരിക്കണേന്ന്. അല്ല, ഒന്നീ പൈസ കൊടുക്കണം, വസ്ത്രം വാങ്ങിച്ചു കൊടുക്കണം. എന്തായാലും ഇത് സിനിയെ കുറിച്ച് പാടിയത് എങ്ങനെ എനിക്ക് പറയാൻ പറ്റും? എങ്ങനെയാ തറപ്പിക്കുന്നേ? അതാണ് എന്റെ പ്രശ്നം, മെയിൻ പ്രശ്നം അതാണ്. ഇടക്ക് ഞങ്ങൾ തമ്മില് ഇങ്ങനെ ചില ഇതിനകത്തൊരു വീണയുണ്ട്. ശരിയാണല്ലോ, വീണ മീട്ടുകില്ലേ? മീട്ടുകില്ലേ, നിന്റെ വേദന എന്നോട് ചൊല്ലു. അതാണ്, അവിടാണ്. വീണയോടാണോ അതോ സിനിയോടാണോ? അയ്യോ സിനി വിശ്വസിക്കരുത്, സിനി മാത്രമേ ഉള്ളു അറിയാം. നീയല്ലേ പറഞ്ഞ എനിക്ക് പാടാൻ അറിയില്ലെന്ന്. അത് കറക്റ്റ്, പാടിയതൊക്കെ വളരെ കറക്റ്റാണ്, പിച്ച് കറക്റ്റാണ്, പാടിയതും കറക്റ്റാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ സി കുഞ്ചനാണ് സിനി പറഞ്ഞിരിക്കുന്ന ഉത്തരം അല്ലേ? ഉത്തരം ഉത്തരം ശരിയാണ്. ശരിയാണോ?
കൺഗ്രാറ്റുലേഷൻസ് അഗൈൻ, യു ഗോട്ട് 2000 rupees Wow. അക്കൗണ്ടിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞു. അതാണല്ലോ അതിന്റെ ഒരു ഇത് ഇത്